നമസ്കാരം. കേരള ഹൈടെക് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പെരുമ്പാവൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുലർച്ചെ തന്നെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളെ സ്ഥലം വാടാനപ്പള്ളിയാണ്, തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് പെരുമ്പാവൂർക്ക് വേഗം എത്താൻ വേണ്ടി, വേറെ നല്ല ഒരു 8 മണിക്ക് ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്താൻ പറ്റും. അതല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ പെട്ടാൽ ഭയങ്കര ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂട് പറഞ്ഞാൽ ഒരു 6 അടി നീളം, 5 അടി വീതി, 6 അടി ഉയരമുള്ള കൂടാ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവിയാണ്. ഫുള്ള് സ്ക്വയർ പൈപ്പിൽ 1.5 സ്ക്വയർ പൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുൾ നെറ്റ് ബോൾട്ടാണ്. എങ്ങനെ വേണമെങ്കിലും അഴിച്ച് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ പുറത്തേക്കൊക്കെ പാർസൽ അയക്കാറുണ്ട്. പിന്നെ മേലെ നമ്മൾ മെഷ് കൊടുത്തിട്ടുണ്ട്. അത് ചില ഡോഗ്സൊക്കെ നല്ല ചാട്ടക്കാരാണ്, അവർ ഇടിച്ച് ഷീറ്റൊക്കെ പൊളിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലവർക്ക്, അതായത് മെയിനായിട്ട് ഈ രാജപാളയം അതുപോലെ ഡോബർമാനൊക്കെ നമ്മൾ നെറ്റ് അടിച്ച് കൊടുക്കാറുണ്ട്. അത് ചില കസ്റ്റമർ പറയും കേട്ടോ, അവരുടെ ഡോഗ്സ് ചാട്ടം കൊള്ളുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഇങ്ങനെ ഇതൊക്കെ ചെറിയ റേറ്റ് വ്യത്യാസം വരും കേട്ടോ ഇത് ചെയ്യുമ്പോൾ. ഇവന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂട് പണിതുള്ളത് കേട്ടോ. ഇവർക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ കൂടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വേസ്റ്റ് ട്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണ്, കാരണം തുരുമ്പിടിക്കുന്നുള്ള പേടി വേണ്ട. ഇരുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുരുമ്പിടിച്ച് കൊണ്ട്, ഇവർ യൂറിനൊക്കെ തട്ടി പെട്ടെന്ന് തുരുമ്പിടിച്ച് പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരുമ്പ് ചെയ്യാണ്ട് പ്ലാസ്റ്റിക്കിന് മാറിയത്. പണ്ട് നമ്മളും പ്ലാസ്റ്റിക്കാണ് ചെയ്തിരുന്നത്. അത് മാറ്റി നമ്മൾ ഇരുമ്പായി എന്താ പറയുക, നമ്മൾ പണ്ട് ഇരുമ്പാണ് ചെയ്തിരുന്നത്. അതൊക്കെ മാറ്റി നമ്മൾ പ്ലാസ്റ്റിക് ആക്കി. പിന്നെ അതുപോലെ തന്നെ നമുക്കത് ഒരു റിങ്ങൊക്കെ ബാക്കിൽ താത്താണെങ്കിൽ നേരെ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. സുഖമായിട്ട് ക്ലീൻ ചെയ്യാനും സുഖം, വെള്ളമടിച്ച് കഴുകുക, അവരൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ സുഖം, എല്ലാം കൊണ്ടും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അത് മാത്രമല്ല, നമ്മൾ ഡെയിലി കൂട് കഴുകണം നല്ലതാണ്. അപ്പോൾ ഇവർ യൂറിൻ 1-2 ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൂട് കഴുകണം. അല്ലെങ്കിൽ പെട്ടെന്ന് കൂട് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. വെള്ളം തട്ടിയൊന്നും കൂടിന് അത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഒന്നും വരില്ല കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ വർഷത്തിലൊരിക്കലും ഒന്ന് പെയിൻ്റ് അടിക്കുക, അടിഭാഗങ്ങളും പെയിൻ്റ് അടിക്കുക. ഫ്ലോർ മാറ്റിയിട്ട് അടിഭാഗങ്ങളിലൊന്നും പെയിൻ്റ് അടിച്ച് കൊടുത്താൽ നിങ്ങൾക്കത് കാലാകാലം യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പതുക്കെ തുരുമ്പ് വരും. ചിലരെന്നെ വിളിച്ചേക്കും തുരുമ്പിടിക്കാത്ത മെറ്റീരിയൽ കൊണ്ട് ചെയ്യാം. തുരുമ്പിടിക്കാത്ത മെറ്റീരിയൽ വെച്ചാൽ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ അതാണ്, ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തുള്ള കൂടാണ്. പിന്നെ ഇത് നമ്മൾ പലരും എന്നോട് ചോദിക്കും, എന്താ വില, നിനക്ക് എന്താ അവിടെ വില പറഞ്ഞല്ല. ചിലർ അവരെ വീട്ടിൽ അവരെ റിലേറ്റീവ്സിന് വിളിക്കുന്ന ഡയലോഗൊക്കെ കേൾക്കാറുണ്ട്, നിനക്ക് എന്താടാ വില പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ മോശം കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മളതിന് റിപ്ലൈ കൊടുക്കാറില്ല. വേറെ ഒന്നല്ല, ഇപ്പം നമ്മൾ വില പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഈ റേറ്റിൽ ഭയങ്കര വ്യത്യാസം വരും. മെറ്റീരിയൽ കൂടാം കുറയാം. അപ്പോൾ നമുക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വില മാറ്റാണ്ട് നിവൃത്തിയില്ല. ചിലവരത് ചോദിക്കുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ആദ്യമൊക്കെ നമ്മൾ സ്ഥിരം എല്ലാത്തിനും വില പറഞ്ഞു തന്നു. ചെറിയ വീടുകൾക്ക് ഇപ്പോഴും നമ്മൾ വില പറയുന്നുണ്ട് കേട്ടോ. വലിയ വീടുകൾക്കാണ് വില പറയാണ്ടായത്. പിന്നെ അത് മാത്രമല്ല, അതിൽ ഓരോന്നും ഓരോ കസ്റ്റമറും അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പലർക്കും പല റേറ്റിലാണ് വരാം. ഇതിൽ ആള് മേലെ മെഷ് വേണമെന്ന് പറഞ്ഞു, നെറ്റ് ബോൾട്ട് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ കുറേ ഓപ്ഷൻസ് പറയണത്. അതൊക്കെ നമ്മൾ അപ്പോൾ അതുപോലെ എല്ലാവർക്കും അതിൻ്റെതായ ഓരോ മാറ്റങ്ങൾ വരും. അപ്പോൾ ഞാൻ പറയണത് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളെ നമ്പർ ഉണ്ടല്ലോ, അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് ഈ കൂടിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡോഗ് ഏതാണ്, നമ്മളപ്പോൾ അതിന് സൂട്ട് ഫോട്ടോസും വീഡിയോസ് അയച്ചു തരും. നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ചിലർ വളരെ മോശത്തിലൊക്കെ ചില കമൻറ്റൊക്കെ കാണാറുണ്ട്. ചിലർക്ക് ഞാൻ തിരിച്ച് നല്ല മറുപടി കൊടുക്കാറുണ്ട്. നമുക്ക് എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ നേരം കിട്ടില്ല. വെച്ചാൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇതിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ നേരം കിട്ടില്ല. വാട്സപ്പിലാകുമ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ ഇരുന്നിട്ട് വാട്സപ്പിൽ ഓരോരുത്തരിന് റിപ്ലൈ കൊടുത്താൽ തിരിച്ച് മറുപടി വന്നാലും പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇത് കമൻ്റ് ആകുമ്പോൾ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ കമൻറ്റ് കണ്ടിട്ട് റിപ്ലൈ തരാം. അപ്പോൾ പിന്നെ നമ്മൾ അതിന് നോക്കി മറുപടി കൊടുക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കമൻറ്റിന് റിപ്ലൈ വളരെ കുറവാണ് ഞാൻ ചെയ്യാറ്. എന്നുവെച്ചാൽ നേരം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് വർക്കുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഒരു കുഴപ്പമില്ല. നമുക്ക് എപ്പോഴാണ് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ട് അപൂർവം ഞാൻ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടുള്ളതാണ്. അതിൽ അത് മിസ്സായി പോകുമ്പോൾ, കുറേ അടുപ്പിച്ച് മെസ്സേജ് വരുമ്പോൾ മിസ്സായി പോകുമ്പോൾ മാത്രമല്ല, അല്ലാണ്ടൊക്കെ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരെ ഒന്നൊരു വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, വില അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങൾ. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ഞാൻ പറയണ എല്ലാത്തിലും പറയാറുള്ള മാതിരി നിങ്ങളുടെയൊക്കെ ഒരു ഷെയർ കൊണ്ടാണ് നമുക്കിപ്പോൾ വർക്കുകൾ കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇത് എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പാർസലാണെങ്കിൽ പാർസൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ബാംഗ്ലൂർക്കൊക്കെ അയക്കാറുണ്ട്, ഹൈദരാബാദ് അയക്കാറുണ്ട്. നമുക്ക് ABT സർവീസ് ഉള്ളിടത്തേക്കൊക്കെ നമ്മൾ പാർസൽ വിടാറുണ്ട് കേട്ടോ. പിന്നെ ചിലർ പറയും നമുക്ക് വണ്ടി വാടക വരും, അതല്ലാണ്ട് ഫ്രീ ഡെലിവറി ഒന്നും നമ്മൾ ഒരിക്കലില്ല. അത് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ വണ്ടി വാടക വരുമ്പോൾ അത് പറ്റാത്തവർക്കാണെങ്കിൽ നമ്മളത് പാർസൽ അയച്ചു കൊടുക്കും. നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. നമ്മളത് നിങ്ങൾക്ക് സൂട്ടാവുന്ന ലെവലിൽ തന്നെ നമ്മൾ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം,
ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.